നമസ്കാരം. ജാതക കഥകളിലെ 61ാമത്തെ കഥ കുരങ്ങൻ നൽകിയ പാഠം. വാരണാസിയിലെ രാജാവാണ് ബ്രഹ്മദത്തൻ. ബോധിസത്വനാണ് അദ്ദേഹത്തിൻ്റെ മന്ത്രി. മന്ത്രിയുടെ നിർദ്ദേശങ്ങൾ രാജാവ് ബഹുമാനത്തോടെ സ്വീകരിച്ചു പോന്നിരുന്നു. അക്കാലത്ത് ഒരു അയൽ രാജാവ് വാരണാസി ആക്രമിച്ചു. ശത്രുവിനെ നേരിടാൻ ബ്രഹ്മദത്തൻ തന്നെ നേരിട്ട് അതിർത്തിയിലേക്ക് പടനയിച്ചു. അവിടെ കാടിനടുത്ത് ശത്രുക്കൾ കടന്നു വരാത്ത ഒരിടത്ത് കൂടാരമുറപ്പിച്ചു. രാജാവ് കൂടാരമുറപ്പിച്ചതിനടുത്തുള്ള മരത്തിൽ ഒരു കുരങ്ങനുണ്ടായിരുന്നു. ആളനക്കം കണ്ട് അവൻ ആദ്യമൊന്ന് പേടിച്ചു. എങ്കിലും കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ മരത്തിൽ നിന്ന് മെല്ലെ ഇറങ്ങി വന്നു. അവിടെയെല്ലാം ചുറ്റി നടന്നു നോക്കി. അപ്പോഴാണ് കുതിരകൾക്ക് കൊടുക്കാൻ വെച്ചിരുന്ന മുതിര കണ്ടത്. അതിൽ ഒരു പിടി വാരിക്കൊണ്ട് അവൻ മരത്തിൻ്റെ മുകളിൽ കയറി ഇരിപ്പായി. പിന്നെ സാവകാശം മുതിര ഓരോന്നായി വായിലേക്ക് എറിഞ്ഞ് തിന്നാൻ തുടങ്ങി. ഇതിനിടെ ഒരു മുതിര താഴെ വീണുപോയി. അതോടെ ദേഷ്യം പിടിച്ച കുരങ്ങൻ കയ്യിലിരുന്ന മുതിര അത്രയും വലിച്ചെറിഞ്ഞു. എന്നിട്ടവൻ മരത്തിൽ നിന്ന് താഴെ ചാടിയിറങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ ദേഷ്യം ശമിച്ചു. അപ്പോൾ താഴെ വീണ മുതിരമണികൾ പെറുക്കിയെടുക്കാനായി ശ്രമം. ആദ്യം കയ്യിൽ നിന്ന് പോയ മുതിര തന്നെ അന്വേഷിക്കാൻ തുടങ്ങി. കാട്ടിൽ വീണ മുതിര എവിടെ കിട്ടാനാണ്? ബ്രഹ്മദത്ത മഹാരാജാവും മന്ത്രിയായ ബോധിസത്വനും കുരങ്ങൻ്റെ ഈ പരിപാടികളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ബോധിസത്വൻ രാജാവിനോട് പറഞ്ഞു, കണ്ടില്ലേ വിഡ്ഢികളുടെ അനുഭവം? പോയിപ്പോയ ഒരു മുതിരയ്ക്ക് വേണ്ടി കയ്യിലിരുന്നത് മുഴുവൻ ആ കുരങ്ങൻ കളഞ്ഞു കുളിച്ചു. മനുഷ്യൻ്റെ സ്ഥിതിയും ഇത് തന്നെ. ബോധിസത്വൻ്റെ ഈ വാക്കുകളുടെ വ്യംഗ്യം രാജാവിന് മനസ്സിലായി. യുദ്ധത്തിൻ്റെ ഫലം നേട്ടങ്ങളെക്കാളേറെ കോട്ടങ്ങളാണ്. ആളും പണവും നഷ്ടം, കിട്ടുന്നതോ ഇച്ചിരി ഭൂമി. കുരങ്ങനിൽ നിന്ന് പാഠം പഠിച്ച രാജാവ് യുദ്ധത്തിൽ ഏർപ്പെടാതെ തിരിച്ചുപോയി. നന്ദി.